നമ്മളിൽ പലരും വളരെ ആവശ്യത്തോടെ എക്സർസൈസ് സ്റ്റാർട്ട് ചെയ്യും, ജിമ്മിൽ ജോയിൻ ചെയ്യും. കുറച്ച് ആഴ്ചകൾ കഴിയുമ്പോൾ തന്നെ ഓരോ എക്സ്ക്യൂസ് കണ്ട് നമ്മൾ പതുക്കെ അത് സ്കിപ്പ് ചെയ്യാൻ തുടങ്ങും. പഠനങ്ങൾ കാണിക്കുന്നത് ജിമ്മിൽ ചേരുന്ന 80% ആളുകളും വെറും 6 മാസത്തിന്റെ ഉള്ളിൽ തന്നെ അത് നിർത്തുന്നുള്ളതാണ്. ഈ നിർത്താനുള്ള കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ മോട്ടിവേഷന്റെ കുറവൊന്നുമല്ല, അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ടാണ്. എന്താണ് അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ? ഇതൊരു വ്യക്തിയാണ്. ഈ വ്യക്തി നിങ്ങൾ എക്സർസൈസിന് പോകുന്നുണ്ടോ, ആഴ്ചയിൽ എത്ര ദിവസം ചെയ്യുന്നുണ്ട്, ഇതെല്ലാം മോണിറ്റർ ചെയ്യും. അതുപോലെ തന്നെ ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു പ്രഷറും തരും. സത്യത്തിൽ എക്സർസൈസിന്റെ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെടി നടുന്ന പോലെയാണ്. ചെടി നടാനായിട്ടുള്ള വിത്തും മണ്ണുമാണ് മോട്ടിവേഷൻ. എന്നാൽ ഈ ചെടി വളരണമെങ്കിൽ എല്ലാ ദിവസവും മറക്കാതെ അതിന് വെള്ളം ഒഴിക്കണം. ആ വെള്ളമാണ് അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ. ഇതിന്റെ പിന്നിലുള്ള സൈക്കോളജി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്വന്തം ചെയ്യുന്ന കമ്മിറ്റ്മെന്റുകൾ തെറ്റിക്കാൻ നമുക്ക് പലപ്പോഴും ഒരു കുറ്റബോധമോ മടിയോ ഉണ്ടാവണമെന്നില്ല. എന്നാൽ നമ്മൾ വേറെ ഒരാളോട് ഒരു കമ്മിറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പത്തിൽ നമുക്കത് മുടക്കാൻ പറ്റില്ല. ഈ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അയാളും കൂടെ എക്സർസൈസ് ചെയ്യണമെന്നൊന്നുമില്ല. എങ്ങനെയാണ് ഇങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ കണ്ടെത്തുക? ഏറ്റവും പ്രധാനം, അയാൾ റിലയബിൾ ആയിരിക്കണം, വിശ്വസ്തനായിരിക്കണം. രണ്ടാമത്തത്, അയാൾ വളരെ കെയറിംഗ് ആയിരിക്കണം, അതേസമയം നിങ്ങളോട് വളരെ സ്ട്രോങ് ആയിട്ട് നിലപാടെടുക്കാനുള്ള കഴിവുള്ള ആളായിരിക്കണം. മൂന്നാമത്തത്, അയാൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. നാലാമത്തത്, അയാളോടുള്ള കമ്മിറ്റ്മെന്റ് തെറ്റിച്ചാൽ നിങ്ങൾക്കൊരു ബോധറേഷൻ വരണം. ഇതുപോലുള്ള ആളുകൾ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ ആകാം, ക്ലോസ് ഫ്രണ്ട് ആവാം, സഹോദരങ്ങളാവാം, കൂടെ വർക്ക് ചെയ്യുന്ന ആളാവാം, ജിമ്മിലെ ട്രെയിനർ ആവാം. ഇങ്ങനെ ഒരാളെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് അയാളോട് നമ്മുടെ എയിം പറയാന്നുള്ളതാണ്. എനിക്ക് ഇത്ര കാലം കൊണ്ട് ഇത്ര വെയിറ്റ് കുറക്കണം, ഇത്ര കാലം കൊണ്ട് മസിൽ ബിൽഡപ്പ് ചെയ്യണം, ഞാൻ ആഴ്ചയിൽ ഇത്ര ദിവസം എക്സർസൈസ് ചെയ്യും. ഇത് തെറ്റിക്കുകയാണെങ്കിൽ ഈ രീതിയിലുള്ള പണിഷ്മെന്റ് എനിക്ക് കിട്ടണം. ഇനി ചില ആപ്പുകൾ ഉണ്ട് കേട്ടോ, ബി മൈൻഡർ എന്നൊക്കെ പറഞ്ഞിട്ട്, അതല്ലെങ്കിൽ സ്റ്റിക്ക്, ഇങ്ങനെയുള്ള ആപ്പുകൾ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം.